നമസ്കാരം. രണ്ടാം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൽ ട്രംപിനേക്കാൾ തിളങ്ങിയ വ്യക്തിയായിരുന്നു ശതകോടീശ്വരനും എക്സ് സിഇഒയും ടെസ്ല ഉടമയുമായ ഇലോൺ മസ്ക്. ട്രംപ് ഭരണകൂടത്തിൽ ട്രംപിനേക്കാൾ വലിയ പിടിപാടുള്ള മസ്കിന്റെ പരിഷ്കാരങ്ങളെല്ലാം തന്നെ വലിയ വിവാദങ്ങൾക്കും വഴിവച്ചിരുന്നു. മസ്കിനെ തനിക്കൊപ്പം പ്രതിഷ്ഠിക്കാൻ പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന പദവി നൽകി ഡോജിന്റെ തലപ്പത്തിരുത്തിയ ട്രംപിന് പക്ഷേ മസ്ക് ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ തീർക്കാൻ തന്നെ സമയമില്ലായിരുന്നു. ഒടുക്കം കല്ലുകടി നിറഞ്ഞ ട്രംപ് ഭരണകൂടത്തിലെ ഡോജിന്റെ നാളുകൾ എണ്ണപ്പെട്ടതായാണ് വിവരങ്ങൾ വരുന്നത്. കാര്യം അധികാരത്തിലേറാൻ ട്രംപിനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച് കൂടെ നിന്നത് മസ്ക് ആയിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് ട്രംപിന് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ചതും മസ്ക് തന്നെയായിരുന്നു. ഫെഡറൽ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നതിലെ ആക്രമണാത്മക സമീപനത്തിലൂടെയും പ്രധാന രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ പങ്കാളിയായതിനാലും വിവാദ നായകനായി മാറിയ മസ്ക് ട്രംപ് ഭരണകൂടത്തിലെ ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ് ഉൾപ്പെടെയുള്ള അംഗങ്ങളുമായി ഏറ്റുമുട്ടിയതായും റിപ്പോർട്ടുകളുണ്ട്. ട്രംപിന് മാത്രമല്ല, ആഗോളതലത്തിൽ മസ്കിനും അത്ര നല്ല കാലമല്ല ഇപ്പോൾ. ഈ വർഷത്തിലെ ആദ്യ 3 മാസങ്ങളിൽ വിൽപ്പനയിൽ 31% ഇടിവാണ് ടെസ്ലയ്ക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഡോജ് അടച്ചുപൂട്ടുന്നതിനുള്ള വ്യക്തമായ സമയപരിധി വൈറ്റ് ഹൗസ് വെളിപ്പെടുത്തിയിട്ടുമില്ല. ഒരുപക്ഷെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാകണം ഡോജിനെ ഒരു സ്ഥിരം സ്ഥാപനമാക്കാൻ ട്രംപ് ശ്രമിക്കാതിരുന്നതും. അതെന്തായാലും ഒരു അനുഗ്രഹമായി എന്ന് പറയാം. 2026 ജൂലൈ 4 വരെ പ്രവർത്തിക്കാനാണ് ഡോജ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ തിരിച്ചടികളുടെ തോത് വർദ്ധിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. ബയോടെക് സംരംഭകരായ വിവേക് രാമസ്വാമിയുമായി മസ്ക് നേതൃത്വം പങ്കിട്ടുകൊണ്ട് ഒരു സ്വതന്ത്ര ഉപദേശക സമിതിയായിട്ടാണ് ഡോജ് ആദ്യം വിഭാവനം ചെയ്തത്. രാമസ്വാമി അതിൽ നിന്ന് പിന്മാറി ഹൊയോ ഗവർണർ സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ഡോജ് സർക്കാരിന്റെ ഭാഗമാവുകയും ചെയ്തു. സാധാരണ ഗവൺമെന്റ് പ്രോട്ടോകോളുകൾ മറികടക്കാനുള്ള മസ്കിന്റെ വർദ്ധിച്ചു വരുന്ന പ്രവണതയാണ് ഒരു പ്രധാന വഴിത്തിരിവായി മാറിയത്. ട്രംപിന് ശക്തമായ ഒരു മന്ത്രിസഭയുണ്ട് എന്നും മസ്കിന്റെ പങ്ക് ഒരിക്കൽ കരുതിയിരുന്നത് പോലെ ഒഴിച്ചുകൂടാനാകാത്തതല്ല എന്നും ട്രംപ് സമ്മതിച്ചതാണ് കൂടുതൽ തിരിച്ചടിക്ക് കാരണമായത്. മസ്ക് ഇനി സ്വകാര്യ മേഖലയിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ രാഷ്ട്രീയവും ബിസിനസ്സുമായി ബന്ധപ്പെട്ട തന്റെ തീരുമാനങ്ങളുടെ ഫലങ്ങൾ മസ്ക് നേരിടേണ്ടി വരും. ടെസ്ലയെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ താരിഫുകളുടെ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഇതിനർത്ഥം. മെക്സിക്കോയിലെയും ചൈനയിലെയും പ്രധാന നിർമ്മാണ പങ്കാളികളെ ഇത് ബാധിച്ചേക്കുമെന്നും അറിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹന വിപണിയിൽ മത്സരം രൂക്ഷമാവുന്ന സാഹചര്യത്തിലാണത്. സർക്കാരിൽ നിന്ന് രാജിവെച്ചെങ്കിലും മസ്കിന്റെ പ്രവചനാതീതമായ സ്വഭാവം കൂടുതൽ വിവാദങ്ങൾക്കും വഴിയൊരുക്കും. മസ്കിന് ഈ കൊടുങ്കാറ്റുകളെയെല്ലാം അതിജീവിച്ച് ടെസ്ലയും സ്പേസ് എക്സും ഉപയോഗിച്ച് കൂടുതൽ ശക്തമായി തിരിച്ചുവരാൻ കഴിയുമോ എന്നതും കണ്ടറിയണം. മസ്കിന്റെ പ്രവചനാതീതത അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളെയും ട്രംപ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വ്യക്തികളുമായുള്ള ബന്ധത്തെയും രൂപപ്പെടുത്തുന്നത് തുടരുന്നുവെന്ന് വ്യക്തവുമാണ്.